മലങ്കര ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിന്റെ എതിർപ്പ് തള്ളി തിരുവനന്തപുരം ഭദ്രാസനാധിപൻ ഇടതു നേതാക്കളെ ക്ഷണിച്ച് അത്താഴ വിരുന്ന് നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അടക്കമുള്ള നേതാക്കളും വിരുന്നിൽ പങ്കെടുത്തു. പള്ളിത്തർക്കത്തിൽ സർക്കാർ സഭയെ വഞ്ചിച്ചുവെന്നും യാക്കോബായ സഭയ്ക്ക് ഒപ്പമാണ് സർക്കാരെന്നുമാണ് ഓർത്തഡോക്സ് സഭയുടെ നിലപാട്. ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു വിരുന്ന് ഒഴിവാക്കണമെന്ന കാതോലിക്ക ബാവയുടെ നിർദ്ദേശം തള്ളിയാണ് വിരുന്ന് നടത്തിയതെന്നാണ് സൂചന. വിരുന്നിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. വിവരങ്ങളുമായി കിരൺ ബാബു ചേരുന്നു. കിരൺ, ഈ അത്താഴ വിരുന്ന് യഥാർത്ഥത്തിൽ സഭയിലാകെ ഓർത്തഡോക്സ് സഭയിൽ വലിയ പ്രതിഷേധം സർക്കാരിനെതിരെയും മറ്റും നിൽക്കുമ്പോഴാണോ അതിനെ മറികടന്നുകൊണ്ട് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചത്? ശരത്ത്, അതുതന്നെയാണ്. ഈ അത്താഴ വിരുന്ന് ക്രിസ്മസ് പുതുവർഷം പ്രമാണിച്ച് എല്ലാ വർഷവും ജനുവരി 10-ാം തീയതി ഇങ്ങനെ ഒരു വിരുന്ന് സംഘടിപ്പിക്കാറുണ്ട്. ആ വിരുന്നിന്റെ ഭാഗമാണ് ഈ വർഷവും വിരുന്ന് സംഘടിപ്പിച്ചതെന്നാണ് തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ വിശദീകരണം. എന്നാൽ ഇതിന് ഇപ്പോൾ ഈ വർഷം ഇതിന് പ്രാധാന്യം വരുന്നത് സഭ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ അതിനിശ്ചിതമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. സർക്കാർ വഞ്ചിച്ചു എന്നാണ് സഭ ഔദ്യോഗികമായി തന്നെ പ്രതികരിച്ചത്. സർക്കാർ ഇതിൽ യാക്കോബായ സഭയുടെ കൂടെയാണ് സർക്കാർ നിൽക്കുന്നത്. സർക്കാരിന്റെ കോടതി വിധി നടപ്പാക്കുന്നില്ല. സർക്കാർ ഒരു മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചിരുന്നു. ഈ മന്ത്രിസഭ ഉപസമിതിയുമായി സഹകരിക്കില്ല എന്ന് ഔദ്യോഗികമായി തന്നെ കോടതിയിലടക്കം സഭ നിലപാടെടുത്തിരുന്നു. അങ്ങനെ സർക്കാരുമായി പൂർണ്ണമായും എതിർക്കുകയും സർക്കാരിനെതിരായ നിലപാട് സ്വീകരിക്കുകയും മറുപക്ഷത്ത് നിൽക്കുന്ന യാക്കോബായ സഭ സർക്കാരിന്റെ വനിതാ മതിലടക്കം പിന്തുണ പ്രഖ്യാപിക്കുകയും യാക്കോബായ സഭയിൽ നിന്നുള്ളവർ വനിതാ മതിലടക്കം പങ്കെടുത്ത് അതിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു വിരുന്ന് സംഘടിപ്പിച്ചത്. ഈ വിരുന്നിലേക്ക് ഇടതു നേതാക്കളെയും അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിനിധികളെയും മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ക്ഷണിക്കുന്നത് സഭയുടെ ആകെ നിലപാടിനെതിരാണെന്നും ഇത്തരം ഒരു നിലപാട് ഒഴിവാക്കണമെന്നുമായിരുന്നു സഭയുടെ ഔദ്യോഗിക നിലപാട്. എന്നാൽ ഇതിനെ തള്ളിക്കൊണ്ടാണ് എല്ലാ വർഷവും നടത്തുന്ന ഒരു വിരുന്നാണ് അത് ഈ വർഷം ആ രീതിയിൽ തന്നെ നടക്കും എന്നൊരു നിലപാടെടുത്തത്. നേരത്തെ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് സമയത്തും ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ നീക്കങ്ങൾ നടത്തിയത് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ സഭയിൽ നിന്ന് വിശ്വാസികളുടെ വോട്ടടക്കം ശേഖരിക്കാൻ മുന്നിട്ട് നിന്നത് തിരുവനന്തപുരം ഭദ്രാസന അധിപൻ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് ആണെന്ന ഒരു വാർത്തകൾ ഉണ്ടായിരുന്നു. ഈ സാഹചര്യം കൂടി പരിഗണിക്കണം. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇടതു നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിൽ ഈ വിരുന്നിൽ ഇടതു നേതാക്കൾ മാത്രമല്ല കോൺഗ്രസ് നേതാക്കളും BJP-യിലെ PP മൂന്നടക്കമുള്ളവരും പങ്കെടുത്തു. കോൺഗ്രസിൽ നിന്ന് തിരുവനന്തപുരത്ത് ഭദ്രാസനത്തിന്റെ കീഴിൽ വരുന്ന 2 മണ്ഡലങ്ങളിലെ MLA-മാരായ VS ശിവകുമാറും അതോടൊപ്പം തന്നെ K മുരളീധരനുമാണ് പങ്കെടുത്തത്. ഈ ഇടതു നേതാക്കളെ പ്രധാനമായും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു വിരുന്ന് സംഘടിപ്പിച്ചത്. സഭയിൽ ഒരു വിഭാഗം പ്രധാനമായും പറയുന്നത് സർക്കാരിനെതിരെ അതിനിശ്ചിതമായ നിലപാടുമായി നിൽക്കുകയും സഭയിലെ വലിയൊരു വിഭാഗം വിശ്വാസികൾ സർക്കാർ വഞ്ചിച്ചു എന്ന നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ സർക്കാരിലെ മുഖ്യമന്ത്രിയെ തന്നെ ക്ഷണിച്ചുകൊണ്ട് ഇത്തരം ഒരു വിരുന്ന് നടത്തിയത് സഭയുടെ ആകെ നിലപാടിന് എതിരാണ് എന്നുള്ളതാണ് സഭയുടെ ഒരു പൊതുവികാരമെന്നാണ് ഈ നിലപാടിനെ എതിർക്കുന്നവർ തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ നിലപാടിനെ എതിർക്കുന്ന വിഭാഗം പ്രധാനമായും പറയുന്നത്. ഈ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വിരുന്ന് നടത്തിയതിന്റെ ഒരു വിവാദമാകാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയാണ്. തീർച്ചയായും ഇത്തരമൊരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു അത്താഴ വിരുന്നിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന ചിന്ത മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഇടതു നേതാക്കൾക്കോ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഈ കോടതി വിധി നടപ്പാക്കുന്നില്ല എന്ന വിമർശനമുണ്ട്. ആ ആനുകൂല്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു സമ്മർദ്ദമായി ഇത് ആളുകൾ കാണുന്ന സാഹചര്യം വരും. അത്തരം ആലോചനകൾ ആ ഭാഗത്തുണ്ടായിട്ടേ ഇല്ല എന്നല്ലേ യഥാർത്ഥത്തിൽ ഈ അത്താഴ വിരുന്ന് വളരെ ഭംഗിയായി നടന്നതിൽ നിന്നും മറ്റൊരു തരത്തിൽ മനസ്സിലാക്കേണ്ടത്? അതെ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സർക്കാരിനെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടമാണ്. ഓർത്തഡോക്സ് സഭ സർക്കാരിനെതിരെ പരസ്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനാധിപൻ ഒരു വിരുന്ന് സംഘടിപ്പിക്കുന്നതിൽ സർക്കാരിനെ ഔദ്യോഗികമായി ക്ഷണിക്കും. സർക്കാർ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു, മന്ത്രിമാരെ ക്ഷണിക്കുന്നു, ഇടതു നേതാക്കളെ ക്ഷണിക്കുന്നു. ഇതിനെ സർക്കാർ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഒരു സഭയാകെ മറിച്ച് നിലപാടെടുക്കുമ്പോൾ സഭയുടെ പ്രധാനപ്പെട്ട ദേവലോകത്ത് നടക്കം മറിച്ച് നിലപാടെടുക്കുമ്പോൾ തിരുവനന്തപുരം ഭദ്രാസനം സർക്കാരിനെ ഒരു വിരുന്നിലേക്ക് ക്ഷണിക്കുന്നതിനെ അനുകൂലമായൊരു നിലപാടായിട്ടാണ് സർക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആവണം മുഖ്യമന്ത്രി അടക്കം ഈ വിരുന്നിൽ നിർബന്ധമായും പങ്കെടുത്തത്. മുഖ്യമന്ത്രി പങ്കെടുത്തു. അതോടൊപ്പം തന്നെ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രനും കടന്നപ്പള്ളി രാമചന്ദ്രനും പങ്കെടുത്തു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും CPI നേതാക്കളായ പന്ന്യൻ രവീന്ദ്രൻ, പ്രകാശ് ബാബു, C ദിവാകരൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ഇതിനെ സർക്കാരിനെ സംബന്ധിച്ച് ഒരു സഭ എതിര് നിൽക്കുമ്പോൾ ആ സഭയുടെ ഒരു വിഭാഗം സർക്കാരിനെ ഒരു വിരുന്നിലേക്ക് ക്ഷണിക്കുന്നതിനെ അനുകൂലമായി തന്നെയാണ് കാണുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു നേട്ടം കൂടിയാണ്. ഇത് ഇപ്പോഴും ഓർത്തഡോക്സ് സഭയുടെ പൊതുവായൊരു വികാരം. പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ തങ്ങൾക്ക് അനുകൂലമായൊരു കോടതി വിധി ഉണ്ടായിട്ടും ആ വിധി നടപ്പാക്കിയെടുക്കാൻ സർക്കാർ സഹായം ലഭിക്കുന്നില്ല. യാക്കോബായ സഭയ്ക്കൊപ്പമാണ് ഈ കോതമംഗലം ചെറിയ പള്ളിയിൽ അടക്കം കണ്ടത് അതാണ് എന്ന നിലയിൽ ഒരു വലിയ വികാരം ഈ അത്താഴ വിരുന്നിനെതിരെ, തിരുവനന്തപുരം ഭദ്രാസനാധിപന്റെ നീക്കത്തിനെതിരെ, നടപടിക്കെതിരെ സഭയ്ക്കകത്ത് ശക്തി പ്രാപിക്കുന്നുണ്ടോ? സഭയുടെ പൊതു നിലപാട് ഈ പള്ളി തർക്കങ്ങളിലെല്ലാം
സർക്കാർ വഞ്ചിച്ചു എന്നാണ് സഭയുടെ നിലപാട്. അപ്പോൾ സർക്കാർ ഓർത്തഡോക്സ് സഭയ്ക്കൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളൊരു വികാരത്തിലാണ് നിൽക്കുന്നത്. അത് അവർ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. സർക്കാർ കോടതി വിധി നടപ്പാക്കണം. സർക്കാർ ഒരു ഉപസമിതി, മന്ത്രിതല ഉപസമിതിയെ നിയോഗിച്ചു. ഇത് ഹൈക്കോടതിയിലടക്കം പറഞ്ഞു ഇങ്ങനെ ഒരു ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്, ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുമെന്ന്. അവിടെ അടക്കം ഓർത്തഡോക്സ് സഭ എടുത്ത നിലപാട്, ഞങ്ങൾ ഈ ഉപസമിതിയുമായി സഹകരിക്കില്ല, ഉപസമിതി കോടതി വിധി നടപ്പാക്കുകയാണ് ഞങ്ങളുടെ ആവശ്യം, അതിനുമേൽ ചർച്ച നടത്തുക എന്നുള്ളതല്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ ഉപസമിതിയുമായി സഹകരിക്കില്ല എന്നുള്ള നിലപാടെടുത്തിരുന്നു. സർക്കാരിന്റെ എല്ലാവിധ അനുനയ നീക്കങ്ങളോടും ചർച്ചാ നീക്കങ്ങളോടും തികച്ചും എതിർത്തുകൊണ്ടുള്ള, അതിനെ വിമർശിച്ചുകൊണ്ടുള്ള നിലപാടായിരുന്നു ഓർത്തഡോക്സ് സഭയ്ക്ക് ഉണ്ടായിരുന്നത്. അത് അവർ പരസ്യമായി പറയുകയും ചെയ്തു. അവരുടെ ആവശ്യം, ഓർത്തഡോക്സ് സഭയുടെ പ്രധാനപ്പെട്ട ആവശ്യം കോടതി വിധി നടപ്പാക്കുക എന്നുള്ളതാണ്. കോടതി വിധി നടപ്പാക്കാൻ ഈ സഭയ്ക്കൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. സഭയിൽ ഔദ്യോഗികമായിട്ടല്ലെങ്കിലും സഭ പറയുന്നത് ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിലടക്കം ഈ സഭ ഇതിന് ലഭിച്ചിരുന്ന ഒരു അനൌദ്യോഗിക വാഗ്ദാനം, ഈ വിധി നടപ്പാക്കാൻ സഭയെ സഹായിക്കും, സർക്കാർ സഹായിക്കും എന്നൊരു വാഗ്ദാനം ലഭിച്ചിരുന്നുവെന്നും പ്രധാനപ്പെട്ട വ്യക്തികൾ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇത് നടപ്പായില്ല. സർക്കാർ സഭയ്ക്കൊപ്പമല്ല, യാക്കോബായ സഭയ്ക്കൊപ്പം നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ പ്രത്യക്ഷ തെളിവായി അവർ ചൂണ്ടിക്കാട്ടുന്നത് യാക്കോബ സഭ വനിതാ മതിൽ സംഘടിപ്പിച്ചപ്പോൾ പരസ്യമായി യാക്കോബ സഭ വനിതാ മതിലിന് പിന്തുണ പ്രഖ്യാപിച്ചു. യാക്കോബ സഭയുടെ പ്രധാന നേതാക്കൾ തന്നെ ഈ വനിതാ മതിൽ പങ്കാളികളായി. അതുകൊണ്ട് തന്നെ സർക്കാരും യാക്കോബായ സഭയ്ക്കൊപ്പമാണ് നിൽക്കുന്ന ഒരു വികാരമാണ് ഈ ഓർത്തഡോക്സ് സഭയ്ക്കുള്ളിലുള്ളത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു വിരുന്ന് സംഘടിപ്പിച്ചപ്പോൾ ആ വിരുന്നിലേക്ക് സർക്കാർ പ്രതിനിധികളെ ക്ഷണിക്കുകയും സർക്കാർ പ്രതിനിധികൾ വരികയും ചെയ്തത്. ഇതിനെതിരെ സഭയിലെ ഒരു വിഭാഗത്തിന്, അല്ലെങ്കിൽ സഭയിലെ ഈ സർക്കാരിനെതിരായ വികാരം നിലനിൽക്കുന്ന വലിയൊരു വിഭാഗത്തിന് ശക്തമായ എതിർവികാരവുമുണ്ട്. കിരൺ ബാബുവാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്.